യേശു എങ്ങനെയുള്ളവനെന്ന് കാണേണ്ടിയതിന് കാട്ടത്തിമേൽ കയറി യേശുവിൻ്റെ അതുവഴിയുള്ള വരവും കാത്തിരുന്ന ചുങ്കക്കാരിൽ പ്രമാണിയും ധനവാനുമായ സക്കായി എന്നു പേരുള്ള മനുഷ്യനെ നാം തിരുവചനത്തിൽ കാണുന്നു. കാട്ടത്തിമേലിരിക്കുന്ന സക്കായിയെ കണ്ട യേശു കർത്താവ് അന്ന് അവനോട് പറഞ്ഞ 3 കാര്യങ്ങൾ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്നവരോടുമായി പറയുന്നു. 1, ക്യുക്ക്, വേഗം. 2, കം ഡൗൺ, ഇറങ്ങി വാ. 3, ഐ മസ്റ്റ് സ്റ്റേ അറ്റ് യുവർ ഹൗസ് ടുഡേ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. യേശുവിൻ്റെ അടുക്കൽ വരുവാൻ ഇനി ഒരു നിമിഷം പോലും വൈകരുത് എന്നാണ് വേഗം വരിക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ആത്മാവുമായി ചൂതാട്ടം നടത്തരുത്. ഇത് കളിയല്ല, കാര്യമാണ്. ഇപ്പോഴുള്ള ഹൃദയമിടിപ്പ് എപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയില്ല. നിങ്ങളുടെ ഹൃദയമിടിപ്പ് നിൽക്കുന്നതിന് മുമ്പേ യേശു കർത്താവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുക. തിരുവചനം പറയുന്നു, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം, ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. ഇറങ്ങി വാ എന്നത് സ്വയം താഴ്ത്തുക എന്നാണ് അർത്ഥമാക്കേണ്ടിയത്. നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളെ വീണ്ടെടുക്കുവാൻ തൻ്റെ ജീവനെ നൽകുകയും ചെയ്തവൻ്റെ കാൽക്കൽ മുട്ടുകുത്തുക. സ്വയാശ്രയത്തിൻ്റെയും ധനത്തിൻ്റെ ഹുങ്കിൻ്റെയും അഹങ്കാര ലോകത്തിൽ നിന്നും ഇറങ്ങി വരിക. നിങ്ങളുടെ ജീവിതം എത്രമാത്രം പരാജയപ്പെട്ടു എന്നതൊരു പ്രശ്നമല്ല. നിങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുവാൻ നിങ്ങൾ തയ്യാറെങ്കിൽ നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് എല്ലാ അനീതികളിൽ നിന്നും രക്ഷിക്കുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനും നീതിമാനുമാകുന്നു. ആരൊക്കെ ഇറങ്ങി വരുവാൻ മനസ്സ് കാട്ടുന്നുവോ അവരുടെ വീട്ടിൽ ഇന്ന് പാർക്കണം എന്നതാണ് യേശു കർത്താവിൻ്റെ ആഗ്രഹം. കർത്താവ് ഒരുവൻ്റെ വീട്ടിൽ പാർക്കുവാൻ ആരംഭിച്ചാൽ പിന്നെ അവൻ്റെ ഹൃദയമിടിപ്പിനെയും കാൽച്ചുവടുവിനെയും നിയന്ത്രിക്കുന്നത് കർത്താവായിരിക്കും. വേഗം ഇറങ്ങി വന്ന് യേശുവിനെ വീട്ടിൽ പാർക്കുവാൻ സന്തോഷത്തോടെ ക്ഷണിക്കുന്നവരോടായി കർത്താവിന് ഒടുവിലായി പറയുവാനുള്ളത്, ദിസ് ഡേ ഈസ് സാൽവേഷൻ കം ടു ദിസ് ഹൗസ്. ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു എന്നാണ്. D.L. മൂഡിയുടെ ഒരു വാചകം ഇങ്ങനെ: നിങ്ങൾ ചെയ്യേണ്ട 2 കാര്യങ്ങളിൽ ഒന്നുകിൽ നിങ്ങൾ അവനെ സ്വീകരിക്കണം, അല്ലെങ്കിൽ അവനെ നിരസിക്കണം. നിങ്ങൾ അവനെ ഇവിടെ സ്വീകരിക്കുന്നുവെങ്കിൽ അവൻ നിങ്ങളെ അവിടെയും സ്വീകരിക്കും. നിങ്ങൾ അവനെ ഇവിടെ നിരസിക്കുന്നുവെങ്കിൽ അവിടെ അവൻ നിങ്ങളെയും നിരസിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ യേശുവിനെ ഇവിടെ സ്വീകരിക്കുക. അങ്ങനെയെങ്കിൽ അവിടുന്ന് നിങ്ങളെ അവിടെയും സ്വീകരിക്കും. Have a blessed day.